ഇന്നലെ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണ ആലപ്പുഴ കാർത്തികപ്പള്ളി സ്കൂളിലേക്ക് വീണ്ടും പ്രതിഷേധമാണ്. അവിടെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമാണ് ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം കാണുന്നത്. നേരത്തെയും അവിടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ സാധാരണ രീതിയിൽ അവിടെ അധ്യയനം നടക്കുന്നുണ്ട്. പുതിയ കെട്ടിടത്തിലാണ് അധ്യയനം നടക്കുന്നത്. അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ വൈദ്യുതി എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കാമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ് അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തല 24-നോട് പറഞ്ഞത്. തന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അനുജ, ആദ്യം തന്നെ പറയട്ടെ, പ്രതിസന്ധി ഘട്ടത്തിൽ അധ്യയനം മുടങ്ങിയ സ്കൂളിൽ വീണ്ടും അധ്യയനം വലിയ പ്രശ്നങ്ങളില്ലാതെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതാ യൂത്ത് കോൺഗ്രസും KSUവും സ്കൂളിൻ്റെ ഗേറ്റ് തള്ളിത്തുറന്ന് അകത്തേക്ക് കയറി പുതിയ കെട്ടിടത്തിന് മുന്നിൽ, അതായത് നിലവിൽ ക്ലാസുകൾ നടക്കുന്ന കെട്ടിടത്തിന് മുന്നിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്നത്. ഇവരെ തടയാനുള്ള പോലീസ് ശ്രമം അമ്പെ പരാജയപ്പെട്ടു. ബാരിക്കേഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ നേരത്തെ സ്കൂളിൻ്റെ ഗേറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. വളരെ ചുരുങ്ങിയ എണ്ണം പോലീസുകാരും ഉണ്ടായിരുന്നു. ഇവരെ സുഗമമായി തള്ളി മാറ്റിയാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, KSU പ്രവർത്തകർ, DCC അധ്യക്ഷനടക്കമുള്ള ആളുകളാണ് നിലവിൽ ഉള്ളത്. അവർ അകത്ത് കയറി ഇപ്പോൾ ക്ലാസുകൾ പൂർണ്ണമായും നിർത്തി വെക്കണമെന്ന് ഉള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ അടക്കം ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്. വലിയ പ്രതിഷേധം നടക്കുന്നു. അല്പസമയം ഇതേ സമയം തന്നെ പഞ്ചായത്ത് ഓഫീസിൽ, ശിവോലി പഞ്ചായത്ത് ഓഫീസിൽ BJPയുടെയും വലിയ പ്രതിഷേധം നടക്കുകയാണ്. അവർ BJP പ്രവർത്തകർ പോലീസ് ഈ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിലേക്ക്, പഞ്ചായത്ത് ഓഫീസിനകത്തേക്ക് തള്ളിക്കയറി വലിയ പ്രതിഷേധം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഇതാ ഇവിടെ പുറത്തും വലിയ പ്രതിഷേധം നടക്കുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനടക്കമുള്ളവർ പാടില്ല. ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് താൽക്കാലികമായി പോലും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിച്ചിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പോ അതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിസിറ്റി ബോർഡോ കറണ്ടോ മറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ കൊടുക്കാതെ എങ്ങനെയാണ് CPMന്റെ 4 സഖാക്കന്മാർ ഇവിടെ വന്ന് ഈ അനുമതി ഇല്ലാത്ത, ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിനകത്ത് കയറി ബെഞ്ചും ഡെസ്കും ഇട്ടിട്ട് ഇന്ന് പഠനം അനുവദിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ പരിശോധിക്കണ്ടേ? കളക്ടറുടെ ഉത്തരവ് എങ്ങനെയാണ് അത് കളക്ടർ ഉത്തരവിട്ടാൽ പോലും അതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം പൂർത്തിയാക്കിയോ എന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ പരിശോധിച്ചോ?